നമസ്കാരം. നിയമ നടപടികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പ്രവാസികളെ പലപ്പോഴും കുഴിയിൽ ചാടിക്കുന്നത്. വിസ ചട്ടലംഘനം, ബാധ്യതകൾ, പണമിടപാടുകൾ, ക്രിമിനൽ നടപടികൾ എന്നിവയെക്കുറിച്ച് ഭൂരിഭാഗം പ്രവാസികൾക്കും അറിയില്ല. ഇതാണ് അറിയാതെ കേസുകളുടെ ഊരാക്കുടുക്കിൽ അവരെ കൊണ്ടെത്തിക്കുന്നത്. നിയമസഹായ ഏജൻസികൾ കൈത്താങ്ങുമായി എത്തുമ്പോഴേക്കും ആൾ അഴിക്കുള്ളിലായിരിക്കും. ഇന്ത്യയിലേതുപോലെയല്ലല്ലോ ഗൾഫിലെ നീതിന്യായ വ്യവസ്ഥ. അറസ്റ്റും വിചാരണയും വിധിയുമൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. കള്ളപ്പണ ഇടപാടുകൾ തടയുന്നതിനായി നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ കുവൈറ്റിൽ പണം നൽകിയുള്ള കാറുകളുടെ വിൽപ്പന അടക്കമുള്ളവ നിരോധിക്കും. കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയത്. രാജ്യത്ത് നടക്കുന്ന സംശയാസ്പദമായ കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തടയുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് വിവരം. പണമിടപാട് നിരോധനം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിമിതപ്പെടുത്താനും പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിടവുകൾ നികത്താൻ ഫലപ്രദമായി സഹായിക്കുമെന്നാണ് മന്ത്രാലയം പറയുന്നത്. പണം നൽകിയുള്ള വിൽപ്പന നിയന്ത്രിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ പണത്തിന്റെ ചലനം, ഉറവിടം, പണത്തിന്റെ ലക്ഷ്യസ്ഥാനം എന്നിവ പരിശോധിക്കാൻ അന്വേഷണ ഏജൻസികളെ പ്രാപ്തരാക്കുമെന്നും മന്ത്രാലയം സൂചിപ്പിക്കുന്നുണ്ട്. ഈ നിയമം ലംഘിക്കുന്നത് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത പിഴയിലേക്കും നടപടികളിലേക്കും കടന്നേക്കുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ പ്രവാസികൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും ഒരു വെല്ലുവിളിയും ഭീഷണിയുമാണെന്നാണ് മന്ത്രാലയം വിലയിരുത്തുന്നത്. ഇവ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഭരണകൂടത്തിനുണ്ടെന്നും എടുത്തു പറയുന്നുണ്ട്. അടുത്തിടെയായി കുവൈറ്റിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിലെ ഒരു അംഗത്തിനും പങ്കാളിക്കും 2 പ്രവാസികൾക്കും 10 വർഷം വീതം തടവ് ശിക്ഷ ക്രിമിനൽ കോടതി വിധിച്ചിരുന്നു. പ്രതികൾക്ക് കോടിക്കണക്കിന് രൂപ പിഴയും കോടതി വിധിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, വഞ്ചന, ബ്ലാക്ക് മെയിൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തി ഫെബ്രുവരിയിൽ കുവൈറ്റ് കോടതി 7 പ്രവാസികൾക്ക് 7 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണമല്ലെന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ പ്രധാനിയാണ് കുവൈറ്റ്. ഇന്ത്യക്ക് വർഷങ്ങളായി കുവൈറ്റുമായി അടുത്ത ബന്ധമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢവുമാണ്. എന്തായാലും വിദേശത്ത് പോകുന്നവർ നിർബന്ധമായും അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതിനുള്ള വിദ്യാഭ്യാസമോ സൗകര്യങ്ങളോ ഇല്ലാത്തവർ ഇത്തരത്തിൽ സഹായം നൽകുന്ന ഏജൻസികളെ സമീപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓർക്കുക, മറ്റൊരു രാജ്യമാണ്. അവിടെ നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോയേക്കാം. നിയമം അറിയാത്തത് കൊണ്ട് മാത്രം അഴിക്കുള്ളിലാവാൻ പാടില്ല. മറ്റൊരു രാജ്യത്ത് പോകുന്നവർ കൃത്യമായ മുൻകരുതലുകൾ എടുക്കുക. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.